2 ദിവസമായിട്ട് ഇവിടെ മഴ ഇങ്ങനെ ചിണുങ്ങി ചിണുങ്ങി പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് 2 ബീറ്റ്റൂട്ടൊക്കെ നമ്മളെ ഗാർഡനിൽ നിന്ന് പറിച്ചിട്ട് വന്നു. ഉച്ചയ്ക്ക് ബീറ്റ്റൂട്ട് തോരൻ വെക്കാനാട്ടോ. ഫ്രഷ് ബീറ്റ്റൂട്ട് തോരൻ നല്ല ടേസ്റ്റ് അല്ലേ? അപ്പോൾ ഞാൻ ഈ ബീറ്റ്റൂട്ട് പറിക്കാൻ പോണേനിപ്പുറം അരി അടുപ്പത്തിട്ടിട്ടാട്ടോ പോയത്. വന്നപ്പോഴത്തേക്ക് അത് വെന്തിട്ടുണ്ട്. അതങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചപ്പോൾ എൻ്റെ കയ്യും ചെറുതായിട്ടൊന്ന് പൊള്ളി. എന്നിട്ട് അതൊന്ന് ഊറ്റി വെച്ചു. കുടിക്കാനുള്ള വെള്ളവും തിളപ്പിക്കാൻ വെച്ചു. ഉച്ചക്കത്തേക്ക് മീൻ ആറ്റുവാളയാണ് കിട്ടിയത്. നല്ല ടേസ്റ്റ് അല്ലേ ആ മീൻ. അപ്പോൾ കുറച്ച് കറി വെക്കാനും വറക്കാനുമായിട്ട് മാറ്റി മാറ്റി വെച്ചു. പ്രതീക്ഷേട്ടൻ എനിക്ക് കുടിക്കാനായിട്ട് കുറച്ച് അജ്വൈൻ വാട്ടറൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ മീൻകറി വെച്ചപ്പോൾ ഒരു അബദ്ധവും പറ്റി. മസാല അത്രയും മൂക്കുന്നതിനിപ്പുറം ഞാൻ വെള്ളം എടുത്ത് ചള്ളി. അത് കാരണം അതിന് ഒരു കളറൊന്നും വന്നില്ല. എനിവേ ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, സഹിക്കുക തന്നെ. പിന്നെ തോരൻ വെച്ച് കുറച്ച് മോരും കൂടെ കാച്ചി. പുളിശ്ശേരി വെക്കാനായിരുന്നു പ്ലാൻ. എനിക്കെന്തോ മടി പിടിച്ചു. അങ്ങനെ പിന്നെ പുളിശ്ശേരി മാറ്റി മോര് കാച്ചിയതാക്കി. അങ്ങനെ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഒന്ന് സിമ്പിൾ ലഞ്ചാണ്. പിന്നെ എല്ലായിടവും ഒന്ന് ക്ലീൻ ചെയ്തു, പാത്രമെല്ലാം കഴുകി, കുക്ക് ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് പോളിഷൊക്കെ ചെയ്തു. പിന്നെ തറയൊക്കെ ഒന്ന് തൂത്ത് തുടയ്ക്കണം. ഈ തറയൊന്ന് തുടയ്ക്കുമ്പോഴത്തേക്ക് ഒരിച്ചിരി എസൻഷ്യൽ ഓയിലും കൂടി ഇട്ടിട്ട് തുടയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ കുക്ക് ചെയ്തതിൻ്റെ മണമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ലഞ്ചെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവർക്കും കൂടി ഇരുന്നൊന്ന് കഴിച്ചാൽ മാത്രം മതി.